ഹായ്. ഇപ്പോൾ ഇപ്പോൾ സമയം 5:45. ഞാൻ 3:30 എണീറ്റാണ്. എണീറ്റ ഉടനെ നമ്മുടെ അനാട്ടമി ഓഫ് ഫ്ലവർ അനാട്ടമി ഓഫ് ഫ്ലവർ പ്ലാന്റ് പഠിച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. 3 മണിക്കൂറിൻ്റെ ലെക്ചറും പിന്നെ NCERT റീഡിങ്ങുമാണ്. അത് കഴിഞ്ഞിട്ട് സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫിൻ്റെ എന്തിട്ടാണ് ഷോർട്ട് നോട്ട് പോലെ ഇങ്ങനെ കുറച്ച് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഫുൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അതൊന്നും കൂടെ റിവൈസ് ചെയ്യണം. പിന്നെ ഇത് ഭയങ്കര തണുപ്പാണ് കേട്ടാണ്. സോറി അബൌട്ട് ദ ലുക്സ്. അപ്പം ഇപ്പോൾ ടൈം എത്തിയപ്പോൾ ലുക്സിലും ഇതിലും എല്ലാം നല്ല കാര്യം പഠിക്കുക, ജോലിയിട്ട കാശുണ്ടാക്കാം, അങ്ങനത്തെ ഒരു ഇത് മെൻറ്റാലിറ്റി ഉണ്ട്. ഇപ്പം ഇതും വായിച്ച് കഴിഞ്ഞാൽ ഇനി NCERT ഡയറക്റ്റ് വായിക്കണം. NCERT 2-3 ചാപ്റ്ററെങ്കിലും വായിക്കും. NCERT വായിക്കുമ്പോൾ എനിക്ക് ടൈം എടുക്കണത് ഫുൾ ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് മീനിങ് ഇതെല്ലാം നോക്കിയിട്ടൊക്കെ വായിക്കുള്ളൂ. വെറുതെ ഇങ്ങനെ വായിച്ചു പോകില്ല. ആ ചെറിയ രീതിയിൽ നടക്കാൻ ഞാൻ ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ മെയിനായിട്ട് ഇപ്പം ഒരു പാരഗ്രാഫ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ ഈ പാരഗ്രാഫ് എടുത്തെന്ന് വിചാരിക്കാം. വാസ്കുലർ ടിഷ്യൂ സിസ്റ്റത്തിൻ്റെ ഈ പാരഗ്രാഫ് ഇത് ഫുള്ള് വായിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഡയറക്റ്റ് ഇത് ഫോട്ടോ എടുക്കും. ഇത് ഫോട്ടോ എടുത്തിട്ട് നേരെ ChatGPT പോയിട്ട് പറയുന്നിട്ടാണ് ഈ ടോപ്പിക് വൈസ് വെച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി തരാനായിട്ട്. അപ്പം അവർ മാക്സിമം ക്വസ്റ്റ്യൻ ഉണ്ടാക്കി തരും. അത് ഞാൻ ഇരുന്ന് പഠിക്കും. അതിലത്തെ കിട്ടാത്തതാണെങ്കിലോ ഞാൻ എഴുതിയും വെക്കും. അതിലത്തെ കിട്ടാത്തത് ഞാൻ ഇതുമാതിരി ഞാൻ ഇങ്ങനെ എഴുതി വെക്കും. ഇതുമാതിരി ഇങ്ങനെ എഴുതി വെക്കുന്നതാണ് പണി. ഇത് ഞാൻ ഇപ്പം 2ാമത്തെ പേജാണ്. ശരിക്കും എൻ്റെ ഇങ്ങനെയാണ് എഴുതി വെക്കുന്നത്. കിട്ടാത്തതും കിട്ടിയതൊക്കെ ഉണ്ട് ഇതിൽ. എന്നുവെച്ചാൽ ഞാൻ കുറേയൊക്കെ എനിക്ക് മറന്നു പോണ ടോപ്പിക്സ് ഉണ്ട്. ഓജൻസിസിനെ കുറിച്ചൊക്കെ എനിക്ക് മറന്നു പോകും. പിന്നെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. കുറേ ഒരു 10-50 ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടാവും ഇതിൽ. ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഇഷ്ടംപോലെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇത് വായിച്ചാൽ മതി. അപ്പോൾ ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. ഇത് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ്റെയാണ്. അപ്പം അങ്ങനെ ഞാൻ കുറേ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ എന്തുട്ടാണ് ഞാൻ കോക്രോച്ചിനെ ഉണ്ടാക്കിയിട്ടില്ല. അത് ഞാൻ ഉണ്ടാക്കണം. എനിക്കിപ്പോൾ അത് ഞാൻ ഒന്നുകൂടെ റിവൈസ് ഇന്നലെ ചെയ്തുള്ളൂ. ഇപ്പം അനാട്ടമി കഴിഞ്ഞ് സെല്ലും കഴിഞ്ഞ് ഇനിയിപ്പോൾ കുറച്ചും കൂടെ ഇനി കെമിസ്ട്രിയിൽ ഫിസിക്സും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഇന്നത്തേക്കുള്ളതായി. ഇനി നാളത്തേക്കുള്ളതാണ്. ഇന്നത്തെ ചാലഞ്ച് വലിയൊരു കുഴപ്പമില്ലാണ്ട് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കാം. ഇത് സ്റ്റാർട്ടിങ്ങിലായിട്ടുള്ളൂ. മോർണിംഗ് 6 മണി ആയിട്ടുള്ളൂ. ഇനി ഇഷ്ടമുള്ള ടൈമുണ്ട്. ഇനിയും പറ്റുന്നതൊക്കെ ചെയ്യാം.